നമ്മൾ പലതരം മോഷണങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ശവക്കല്ലറയുടെ ഗ്രാനൈറ്റ് തന്നെ അടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് തോന്നാം. ഇപ്പം മല്ലപ്പള്ളി പള്ളിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ കല്ലറയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഗ്രാനൈറ്റ് തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ അപ്പുറത്തൊരു മറ്റൊരു പള്ളിയിലും സമാനമായ രീതിയിൽ തന്നെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. അപ്പോൾ പലതരം മോഷണങ്ങളെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു മോഷണം നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക. എന്തിനായിരിക്കും കള്ളൻ ഇത്തരത്തിലൊരു ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ശവക്കല്ലറയുടെ മുകളിലുള്ള ഈ ഗ്രാനൈറ്റ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് സംശയം തോന്നാം. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പള്ളി അധികാരികളോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇത്തരത്തിലൊരു മോഷണം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ. സാധാരണ സ്വർണ്ണം, പണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് വിലപിടിപ്പുള്ള എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. ഇത്തരത്തിൽ ഗ്രാനൈറ്റ് തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഇടവകയെ മുഴുവനായി ഞെട്ടിച്ചൊരു സംഭവമാണ്. ഈ പറഞ്ഞതിലൂടെ ഞങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. 26-ാം ഞായറാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് ശേഷമാണ് കാണുന്നത് ഇങ്ങനെ ഇതിൻ്റെ സ്ലാബ് പോയല്ലോ എന്നുള്ളത്. അപ്പോൾ അത് വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നി. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ഉടനെ തന്നെ ഒരു സമയവും വേസ്റ്റ് ആക്കാതെ പെട്ടെന്ന് അവർ വന്നു ഈ സൈറ്റ് മുഴുവൻ നോക്കി, അടുത്തുള്ള സ്ഥലങ്ങളും പ്രദേശങ്ങളൊക്കെ നോക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചറിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉടമസ്ഥ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ ഇപ്പം ഭവനത്തിൽ. ആൾ വെള്ളി ഗൾഫിൽ ജോലിയാണ്. അപ്പം അവിടെ പോലീസ് സ്റ്റേഷൻ സാറ് പറഞ്ഞു ആ മാഡത്തിൻ്റെ കൂടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുപോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. വളരെ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അറിയാൻ സാധിച്ചത് വേറൊരു പള്ളിയിൽ കൂടെ ഇതുപോലെ സിമിലർ വേയിൽ തന്നെ വണ്ടക്കത്തെ പാളി ഇത് ഏകദേശം ഒരു 7 അടിയോളം നീളം വരുന്ന സംഗതിയാണ്. അപ്പം ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഒരു 10 രൂപയോളം ഉത്സാഹിച്ചാൽ കിട്ടുന്നതുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ചിന്താഗതിയിൽ ഉള്ള ഒരു കുറ്റകൃത്യമായിരിക്കും ഈ സാമൂഹ്യ വിരുദ്ധർ ചെയ്തെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ പള്ളിയിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട CCTV അങ്ങനെ എന്തെങ്കിലും നമുക്ക്? CCTV അടുത്തൊന്നുമില്ല. അപ്പുറത്തോട്ട് മാറി ഒരു വീട്ടിലുണ്ട്. അവിടെ വല്ലതും കണ്ടെങ്കിലേ ഉള്ളു. അതിലാണ് കൊണ്ടുപോയെന്ന് പറയാനൊക്കത്തില്ല. ഇതിലെ താഴോട്ട് ഇറങ്ങിപ്പോവാം, വേറെ ഇങ്ങോട്ട് വഴിയുണ്ട്. അതുകൊണ്ട് എതിലേ കൊണ്ടുപോയി അങ്ങനെ പോയി നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ വണ്ടി കൊണ്ടുവരണം, ഇത് പുറവശത്തൂടെ വണ്ടി കയറ്റി കൊണ്ടുവരാം, കൊണ്ടുവന്നിട്ട് ഇതിലെ എടുത്തോണ്ട് പോവാം. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഇതും കൂടെ വന്നു കടിച്ചുമായിട്ടും വെയിറ്റ് ഉള്ള ഒരു 4 പേരില്ലാതെ ഇതെടുക്കാനൊക്കത്തില്ല. മാത്രമല്ല ഇത് കുറച്ചും സുരക്ഷിതമായിട്ട് ഇളക്കിയെടുക്കേണ്ട ഒന്നുകൂടിയാണ്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള പൊടിഞ്ഞു പോകാനുള്ള സർവ്വസാധ്യതകളുണ്ട്. അപ്പോൾ ഇത് അറിയാവുന്ന ആരാലുമാണ് ചെയ്തിരിക്കുന്നത്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ആരാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല, നമുക്കൊരു സംശയമില്ല. കുറേ ആളുകൾ ഇവിടെ പണിതിട്ടുണ്ട്. അവരാകാം, അല്ലാതാകാം, എന്തുമാകാം. നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഇതെല്ലാം കുടുംബക്കല്ലറകളാണ്. കുടുംബക്കല്ലറകളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം പോയിരിക്കുന്നത്. ബാക്കി ഇനിയും അപ്പുറത്തെല്ലാം കല്ലറകളിൽ ഇത്തരം ഗ്രാനൈറ്റുകൾ വിരിച്ചിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഈ പള്ളി അധികാരികൾ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കള്ളന്മാരെ ഉടൻ തന്നെ പിടിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇത്തരം വ്യത്യസ്തമായിട്ടുള്ളൊരു മോഷണം നടന്നിരിക്കുകയാണ്. അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, അതായത് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും കള്ളനെ ഉടൻ തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.